കൂട്ടുകാരി നൗഷാന എന്ന് പറയുന്ന ഒരു സഹോദരി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സഹോദരിയുടെ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ഫോണ് ഡെഡ് ആയിപ്പോയി, ഫോൺ ഓണാകുന്നില്ല. പക്ഷേ ഷോപ്പിൽ കൊടുത്ത് റിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഒരു പേടിയുണ്ട്. കാരണം അതിലിപ്പോൾ സ്വകാര്യമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ ബാങ്ക് സംബന്ധമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സെക്യൂരിറ്റി സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഫോണിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഷോപ്പിൽ കൊടുത്ത് റിപ്പയർ ചെയ്യുന്നതിന് പേടിയാണ്. അവർ ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഷോപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൺ റിപ്പയറിങ്ങിനായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർ ഫോണ് നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ച് അകത്ത് കൊണ്ടുപോയിട്ടാണ് അവർ റിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അകത്ത് പോയി പൊളിച്ചിട്ടാണ് ഇന്ന സാധനം മാറിയിട്ട് ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, ബാറ്ററി മാറണമെന്ന് അവിടെ നിന്ന് പറയും. അല്ലെങ്കിൽ ഐ സി കംപ്ലൈൻ്റ് ആണ്, ഐ സി മാറണമെന്ന് പറയും. അല്ലെങ്കിൽ ബോർഡ് റിപ്പയറിങ് ചെയ്യേണ്ടിയിട്ട് വരും, അങ്ങനെ അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറേണ്ടിയിട്ട് വരും. ഇന്ന് അവർ അകത്ത് കൊണ്ടുപോയി പൊളിച്ച് നോക്കിയതിന് ശേഷം നമ്മുടെ അടുത്ത് പറയും, നമ്മൾ അതൊക്കെ മാറിക്കൊള്ളാൻ പറയും. അവരത് മാറിയിട്ട് തിരിച്ച് ഫോൺ നമ്മളെ കൈ കൊണ്ടുവരും. അതിനിടയ്ക്ക് വെച്ച് നമ്മൾ ഫോൺ കൊടുക്കുന്നത് മുതൽ തിരിച്ച് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെ ആ ഫോണിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അവരെന്താണ് അതിൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ അവർ പറയുന്ന സാധനം മാറിയിട്ടുണ്ടോ, ഇപ്പോൾ അവർ പറയുന്ന ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, ബാറ്ററി മാറണമെന്ന് പറയും. നമ്മളിവിടെ നിന്ന് പറയും ബാറ്ററി മാറിക്കൊള്ളാൻ പറയും, പക്ഷേ അവരത് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അങ്ങനെ പല പ്രോബ്ലംസുകളും ഉള്ളത് കൊണ്ട് തന്നെ പലരും ഷോപ്പിൽ നമുക്ക് മൊബൈൽ റിപ്പയറിങ്ങിനായിട്ട് കൊടുക്കുന്നതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ടെക്നീഷ്യന്മാർ മിക്കവാറും ഒക്കെ ടെക്നീഷ്യന്മാർ നിങ്ങളുടെ ഒരു ഡേറ്റാസുകളും അവർ എടുക്കാറില്ല. കാരണമെന്ന് പറയുന്നത് അവർക്ക് അതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ അവർ പറയുന്ന പാർട്സുകൾ അവർ മാറുകയും ചെയ്യും. ഇതിനപ്പോൾ കംപ്ലൈൻ്റ് ആണെന്ന് തന്നെ അവർ മാറും. ഏകദേശമുള്ള ടെക്നീഷ്യന്മാർക്ക് എല്ലാം അങ്ങനെ തന്നെയാണ്. അവർ നിങ്ങളെ മുമ്പിൽ നിങ്ങളവിടെ കയറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ വെച്ച് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ചില ടെക്നീഷ്യന്മാർക്ക് നിങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്നതിനുള്ളൊരു പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം അവർ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മുമ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ എക്യുപ്മെൻറ്റ്സുകളെല്ലാം നിർത്തി വെച്ച് വെളിയിൽ കൊണ്ടുവച്ച് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള സ്ഥലപരിധികളുണ്ടാകും. അതൊക്കെ കൊണ്ട് തന്നെയാണ് പലരും അകത്ത് കൊണ്ടുവച്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ സെക്യൂരിറ്റി ആയിരിക്കും. ടെക്നീഷ്യന്മാർ മിക്കവരും പ്രോബ്ലംസ് ഒന്നും ഉള്ളവരൊന്നും അല്ല. എല്ലാം സെക്യൂർഡ് ആയിട്ട് തന്നെ ആയിരിക്കും, നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്തു തരിക. പക്ഷേ എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില കുരുത്തക്കേടുകൾ കാണിക്കുന്ന ടെക്നീഷ്യന്മാരും ഉണ്ടാകാമെന്നല്ല, ഉണ്ട്. നിങ്ങളുടെ പ്രൈവസിയിലൊക്കെ ചിലപ്പോൾ അവർ കൈ കടത്തുന്നുണ്ടാകാം. കാരണം എല്ലാവരുടെയും മൈൻഡ് ഒരേപോലെ ആയിരിക്കില്ലല്ലോ, എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കില്ലല്ലോ, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ടാകാം. അപ്പോൾ നമുക്കത് തിരിച്ചറിഞ്ഞ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ഒരു ടെക്നീഷ്യൻ്റെ കൈ കൊടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ടെക്നീഷ്യനെ അറിയണമെന്നുമില്ല. അപ്പോൾ ഇത്തരം പ്രോബ്ലംസുകൾ കൊണ്ടാണ് ഈ പറയുന്ന നൗഷാന എന്ന് പറയുന്ന സഹോദരിയെ പോലെ പലർക്കും മൊബൈൽ റിപ്പയറിങ്ങിന് മറ്റ് ഷോപ്പുകളിലേക്ക് പോകുന്നതിനായിട്ട് ഒരു തടസ്സമോ ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുന്നത്. മൊബൈലിൻ്റെ സെക്യൂരിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഉണ്ട്, ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മൊബൈലിൽ അകത്ത് കൊണ്ട് ചെയ്യുന്നതിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് ചെയ്യുന്ന നിങ്ങളുടെ കൺമുന്നിൽ വച്ച് തന്നെ നിങ്ങളുടെ മൊബൈൽ റിപ്പയർ ചെയ്ത് തരുന്ന പല സ്ഥാപനങ്ങളും ഇപ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ കൺമുന്നിൽ വെച്ച് തന്നെ ചെയ്തു തരുന്ന രീതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ഷോപ്പുകളും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഫോൺ പൊളിച്ച് ബാക്ക് കവർ പൊളിച്ച് നിങ്ങളുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, ബാറ്ററിക്ക് എന്താണ് ഡാമേജ്, നിങ്ങൾ മുന്നിൽ വെച്ച് തന്നെ എടുത്ത് കാണിച്ചു തന്നു ബാറ്ററി ഇതാ വീർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ബാറ്ററിയുടെ BMS ബോളിൽ ഇന്നൊരു പ്രോബ്ലംസ് ഉണ്ട്, ഇത് മാറണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇന്നൊരു പ്രോബ്ലംസ് ഉണ്ട്, നമ്മുടെ മദർ ബോർഡ് ഇന്ന ഭാഗം ഷോർട്ടായിരിക്കുന്നു, കത്തിയിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കാണിച്ച് തന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ വിവരിച്ച് തന്ന് മാറുന്ന ഷോപ്പുകളാണ് ഇപ്പോൾ ഷോപ്പുകളായിട്ടാണ് ഇപ്പോൾ പല ഷോപ്പുകളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഷോപ്പുകളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ചില സന്ദർഭങ്ങൾ അകത്തുകൊണ്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ പോലും, ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് അവിടെ വെളിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വർക്ക് ടെക്നീഷ്യന്മാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വലിയ സ്ക്രീൻ നിങ്ങൾക്ക് വെളിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യങ്ങൾ വരെ ഇപ്പോൾ ഷോപ്പുകളിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റഡ് ആയ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരു തിരുവനന്തപുരത്തോ കൊല്ലത്തോ കൊച്ചിയിലോ എന്നല്ല, എല്ലായിടത്തും ഈ ഒരു സ്പെഷ്യലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പുകളിലേക്ക് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഷോപ്പുകളിൽ പോയി നിങ്ങൾക്ക് മൊബൈൽ റിപ്പയർ ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റാസുകൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ആ സെക്യൂരിറ്റിയോട് കൂടിയ തന്നെ നിങ്ങൾ ചെയ്യും. ഇപ്പോൾ മിക്ക ഷോപ്പുകളിലും എനിക്ക് തോന്നുന്നില്ല, ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് അവരും ചോദിക്കത്തില്ല. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന ലൈവ് കാണിച്ചു തരുന്ന ഷോപ്പുകളിൽ പോയി നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്യാം. ഏതെങ്കിലും പാർട്സ് നിങ്ങൾ മൊബൈൽ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും പാർട്സ് അവരുടെ കയ്യിൽ അവൈലബിലിറ്റി അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടത്തില്ല, ഓൺലൈനായിട്ട് വരുത്തി ചെയ്യേണ്ടതായിട്ട് വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ അവർ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് ഫോൺ അവിടെ വച്ചിട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വരും, തിരിച്ചു തരും. എന്നിട്ട് അവർ ആ പാർട്സ് ഓർഡർ ചെയ്യും. നിങ്ങൾ ചെറിയൊരു എമൗണ്ട്, ആ പാർട്സിന് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പാർട്സ് ഓർഡർ ചെയ്യും. പാർട്സ് വന്നവിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ അപ്പോൾ ഫോൺ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മിക്കവർക്ക് ഇത് അറിയത്തില്ല. പലരും ഫോൺ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ മടിച്ചിട്ട് പുതിയൊരു ഫോൺ വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാം. ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മറ്റു ലൈവ് കാണിച്ചു തരുന്ന ഷോപ്പുകളിൽ പോയി നിങ്ങൾക്ക് റിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ.